ഇതെങ്ങോട്ടാ ഈ ബാഗും ഒക്കെ ആയിട്ട്? വീട്ടിലേക്ക് 2 ദിവസത്തെ അവധി. അപ്പുകുട്ടൻ ഇത് എവിടെ പോയി? എവിടെ ആശാൻ? അതൊക്കെ പണ്ട്. ഇപ്പൊ ആശാനൊന്നും വേണ്ട. എനിക്ക് ലൈസൻസ് കിട്ടി. ഞാൻ ഗുരുവായൂർക്ക് പോയിട്ട് വരിക. ഇങ്ങോട്ട് കയറിയാട്ടെ. ഞാൻ അമ്പലത്തിന്റെ അവിടെ ഇറക്കാം. ബസ് അവിടെ നിൽക്കും. അതൊക്കെ അപ്പുകുട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ആ വഴിക്കല്ലേ പോകുന്നത്. കയറിയാട്ടെ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ആ, രണ്ടാളും പുറത്തിരിക്കുക. ഇങ്ങ് അകത്തോട്ടിരിക്കേ. ഇവിടെ നല്ല കാറ്റൊന്നുമില്ലേ അളിയാ? പിന്നെ അയ്യാ, ഒറ്റ സെക്കൻഡ്, ഞാൻ അബൂക്കെ കണ്ടിട്ട് വരാം. ഡ്രൈവിംഗ്. നീ എന്തിനാടാ ഈ പെണ്ണിനെ കൂട്ടി ഈ വഴി വന്നത്? നാട്ടുകാരെന്ത് പറയും? അയ്യോ, ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാ. അമ്പലത്തിന്റെ അടുത്ത് ഇറങ്ങാനാ. ആ, പിന്നെ കട പൂട്ടുന്നതിന് മുമ്പ് വരണേ. ശരി. ഓരോരുത്തന്റെ യോഗം. എന്റെ വണ്ടി എടുത്തു ഇപ്പൊ അറിയണം. നേരം എടുത്തോമ്പോൾ ഞാൻ എന്റെ വണ്ടി ഇറക്കുക. ആശാന് എവിടുന്ന് വരുന്നു? നീയാ എന്റെ വണ്ടി എടുത്തല്ലേ? ഞാനല്ല. പിന്നെ എനിക്കറിയാവും. രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ ഷെഡിൽ എന്റെ വണ്ടിയില്ല. അതിന് നേരെ വടക്കേക്കര ഷാപ്പിൽ പോയി, അവിടില്ല. പിന്നെ നേരെ കവളാറ്റിങ്കര ഷാപ്പിൽ പോയി, അവിടില്ല. അങ്ങനെ കേറി ഇറങ്ങുന്ന 7ാമത്തെ ഷാപ്പായത്. ആരാ എന്റെ വണ്ടി എടുത്തത്? വണ്ടി കാണാതെ പോയതിന് ഷാപ്പിലെന്താ കാര്യം? എടാ, മുതല് പോയവൻ ദണ്ണം തീർക്കാൻ കള്ള് ഷാപ്പിലല്ലാതെ പിന്നെ ബാർബർ ഷാപ്പിലാവടാ പോകുന്നത്. എന്റെ ചോറ എന്റെ വണ്ടി. എന്റെ വിഷമം നിനക്കൊന്നും മനസ്സിലാവൂല. ഒരു കുപ്പി കല്ല് വാങ്ങിച്ചാടാ പ്ലീസ്. കൊച്ചുട്ടി, ഒരു കുപ്പി കല്ല് പറയടാ. ആശാന്റെ പറ്റില്ല എഴുതിക്കോ. ആശ അവിടെ ഇരിക്കെ. കുടുംബത്തിൽ പറഞ്ഞവര് ഈ നാട്ടിലുണ്ടടാ. പോടാ ചേറ്റെ. തവരാ. വളരെ ഉപകാരം കേട്ടോ. നാളെ കഴിഞ്ഞെങ്കിൽ വരില്ലേ? പോണതിന് മുമ്പ് കാണണം. പറ്റേ? ശരി. ആശാനെ, ആശാനെ, ഇല്ല. ചാണ്ടിക്കുഞ്ഞാശാനെ. ചാണ്ടിക്കുഞ്ഞാശാൻ ഇവിടെ ഇല്ല. വണ്ടിയുടെ താക്കോല്. വണ്ടിയോ? ചുമ്മാ വണ്ടി ഞാൻ വിറ്റു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അതെ, താക്കോല് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ചുമ്മാ ഇടൂ. ഒരു കുപ്പി വേണോ? കുടിച്ചോ. ആവശ്യമില്ല. ആശാൻ അങ്ങ് പറഞ്ഞു വേണ്ട. ഇനി ചോദിച്ചാ കൊടുക്കല്ലേ? ചോദിച്ചാ കൊടുക്കാമല്ലോ. പിന്നെ താൻ അവിടെ ഇരുന്നോ. ഗുരുവായൂർ പോവാന്ന് എന്റെ ശിഷ്യൻ. അവൻ വണ്ടിയും കൊണ്ടുപോയി ഒരു പോക്ക് പോയി ചത്തു. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ തുളുമ്പും പൗർണമികൾ എന്നോമലാളി. ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമ്മകളിൽ ഉതിരും ചുംബനങ്ങൾ എൻ പൊൻകിനാവിൽ. എനിക്കും നിനക്കും ഒരു ലോകം. ഒരിക്കൽ നീ ചിരിച്ചാൽ
എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ. പുളകമെഴുതിപ്പൊഴിഞ്ഞ മൊഴികൾ കാണാതെ ചൊല്ലുമെന്നെന്നും അകലെയായാലും എന്റെ മിഴികൾ. ഉള്ളിന്റെ ഉള്ളിൽ നീ തൊട്ട പുളകമെഴുതിപ്പൊഴിഞ്ഞ മൊഴികൾ കാണാതെ ചൊല്ലുമെന്നെന്നും അകലെയായാലും എന്റെ മിഴികൾ. സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും. സ്വർഗത്തിൽ ഞാൻ പോയാലും എന്റെ നാടിൻ പൂക്കാലം സ്വപ്നങ്ങൾക്ക് കൂട്ടാകും നിൻമുഖവും അതിൽ പൂക്കും. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമകളിൽ തുളുമ്പും പൗർണമികൾ. എന്നോമലാളിൽ ഒരിക്കൽ നീ വിളിച്ചാൽ എന്നോർമകളിൽ ഉതിരും ചുംബനങ്ങൾ. എൻ പൊൻകിനാവിൽ എനിക്കും നിനക്കും ഒരു ലോകം. കാടു കുളിരിന് കൂടു കുളിരിന് മാടും. ഇറങ്ങടാ. നോക്കി നിൽക്കാൻ അങ്ങോട്ട് നടക്കണം. ആ പിടി. ആരാ? അയ്യോ അപ്പോ ഓടിക്കോ. അവന്മാരെന്നാ പറയാനാ? താൻ വടിച്ചു ജീവിക്കുന്നു, ഞാൻ പൊടിച്ചു ജീവിക്കും. അത്രേ ഉള്ളൂ. അയ്യോ അതാരാണ്? അപ്പൂട്ടനല്ലേ? നീനാടാ ഒരു കട്ടേച്ചോ കൊന്നച്ചോട് വരുന്നേ? അതൊരു ഏനക്കേട് പിടിച്ച ഓട്ടമാണല്ലോ താമരാക്ഷ. ആ വാ. മോഹൻ സാറേ, മോഹൻ സാറേ, മോഹൻ സാറേ, മോഹൻ സാറേ,
നീയാണോ? എന്താടാ ഈ അർദ്ധരാത്രി? പറയടാ. സാർ ഒന്ന് പുറത്തു വന്നേ. നീ കാര്യം പറ. ആ സുഗന്ധിയെ ആരോ കൊന്നു. നീ അങ്ങോട്ട് പോ, ഞാൻ വരാം. ആ. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കണ്ടു സാർ. 2-3 പേര് ചേർന്ന് ശവം ആറ്റുതീരത്തുള്ള തെങ്ങും തോപ്പി കൊണ്ടിട്ടു. ചാണ്ടി കുഞ്ഞാശാന്റെ വണ്ടിയിലാ ശവം കൊണ്ടുവന്ന്. നീ എന്തിനാ തെങ്ങും തോപ്പി പോയത്? നിന്റെ വീട് അവിടെ അല്ലല്ലോ. അവിടെ ചെത്ത് തെങ്ങുണ്ട്. ഞാനിത്തിരി കള്ളു കുടിക്കാൻ വേണ്ടി തെങ്ങ കയറിയപ്പോഴാ എന്നെ കണ്ടതും ശവവും വണ്ടി ഇട്ടേച്ച് അവർ ഓടിക്കളഞ്ഞു. ചാണ്ടി കുഞ്ഞാശാന്റെ വണ്ടി. ശവം കൊണ്ടുവന്നാരാണെന്ന് നിനക്ക് ഒരു പിടിയില്ലേ? ഇല്ല സാർ, നല്ല ഇരുട്ടായിരുന്നു. സംഭവം വേറെ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ ഓടിപ്പോരുന്നത് താമരാശനും പുഷ്കരനും കണ്ടു. പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. നീ വീട്ടിലേക്ക് വയ്ക്കോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോ തൽക്കാലം ആരോടും പറയണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എല്ലാവരും അകത്തു പോകും, എന്റെ തൊപ്പി തെറിക്കും. ഇതൊക്കെ ഇത്ര റഫായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ? അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ മാത്രമല്ലല്ലോ, താനും അകത്തു പോകും. അതങ്ങനെ? അത് ഞാനിനി വിസ്തരിക്കണോ? രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കണോ? ആ അപ്പു എന്റെ കയ്യിൽ തന്നെ വന്ന് കുടുങ്ങിയത് എല്ലാവരുടെയും ഭാഗ്യം. അവനൊരു വിടുവായന. നാളെ നേരം വെളുത്ത സംഗതി ലോകം മുഴുവൻ അറിയും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു വഴിയേ ഉള്ളൂ, ആ ബോഡിയും കാറും അവിടുന്ന് മാറ്റണം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കണം. പക്ഷെ അപ്പു അപ്പു കള്ളു കുടിച്ചിരുന്നു. അതുകൊണ്ട് അത് മെഡിക്കൽ ടെസ്റ്റ് തെളിയിക്കാം. ഫിറ്റായപ്പോ അവന്റെ ഒരു ഹാലൂസിനേഷൻ. എല്ലാം വെറും തോന്നൽ. ആരും ആരെയും കൊന്നിട്ടില്ല, അവന് ചുമ്മാ തോന്നിയതാ. അപ്പൊ പിന്നെ ആ പെണ്ണെവിടെ പോയി? ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ഏതോ ഒരു നൃത്തക്കാരി പെണ്ണ് മിസ്സിംഗ്, കാണാനില്ല. എടോ ഗോപ, നമുക്കൂടെ പോകാമായിരുന്നു. നല്ല 1-ാം തരം വിഡ്ഢികളെയാണ് അയച്ചിരിക്കുന്നത്. താനൊന്ന് സമാധാനപ്പെട്. അവര് പോയി ബോഡിയായിട്ട് വരട്ടെ. കഷ്ടകാലത്തിന് നമ്മളെ ആരെങ്കിലും കണ്ടാ അതോടെ തീർന്നു. അവന്റെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതൊരു കൊലപാതകമായിരിക്കുമെന്ന്. ഒരു കാര്യം ചെയ്യേ, കുക്കറിനെ ഇവിടെ നിൽക്ക്, ഞാൻ വീട് വരെ പോയിട്ട് അതങ്ങ് മനസ്സിരിക്കട്ടെ. അതെന്നാ എടോ, കൊലപാതകമില്ലാത്ത എത്ര വഴികളുണ്ട് ഇവിടെ. താനല്ലേ എന്നെ ഈ വഴി കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ താനിവിടേക്ക് ഞാൻ പോയിട്ട് വരാം. നിന്നേ, വഴിയിൽ എത്ര അനാഥ പ്രേതങ്ങൾ കിടക്കുന്നു. താനല്ലേ 1-ാം സാക്ഷി. അവിടെ താനിവിടെ നിൽക്ക്, ഞാൻ വീട് വരെ പോയിട്ട് വരാം. എടോ, ഞാൻ കണ്ടപ്പോ അനാഥ പ്രേതമല്ലായിരുന്നു, ജീവനുള്ള പ്രേതമായിരുന്നു. താൻ കണ്ടപ്പോൾ അനാഥ പ്രേതം. അവിടെ താനിവിടേക്ക് ഞാൻ പോയിട്ട് വരാം. നിക്ക്. ഏതായാലും ഒരുമിച്ചല്ലേ വന്നത്, ഒരുമിച്ചങ്ങ് പോവാം. എന്തായാലും 1-ാം സാക്ഷി കുക്കറിനാ. പറയും 1-ാം സാക്ഷി തന്നെ പറയും. മരിച്ചുപോയ വലിയൊരു ചവരക്കാരുണ്ടായിരുന്നു, ബേലു. അങ്ങേര് പറയും. ഗോപ, എന്താ ഇത്ര വൈകിയത്? ഒരു രക്ഷമില്ല മുതലാളി, അവിടെ ആളും ബഹളമായി പോയി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല, വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഒളിച്ചും പതുങ്ങിയാ പോയത്. താൻ എന്താ ആലോചിക്കുന്നത്? ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറ. ഗോപ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കി അവരെ കൂടെ വരട്ടാതെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. വിജയം വയ്ക്കും. ശരി സാർ. അപ്പു ഇരിക്കെ. നല്ല ഉറക്ക ക്ഷീണമുണ്ടെന്ന് തോന്നല്ലോ അപ്പുവിനെ. ഇരിക്കപ്പോ. സാർ എന്നെ എന്തിനാ വിളിച്ചത്? ഞാനിപ്പോ എന്താ പറയേണ്ടത്?
കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞെടുക്കാണല്ലോ അപ്പു. അപ്പു എന്നോടൊന്ന് സഹകരിക്കണം. ആ താമരാക്ഷനും പുഷ്കരനും രാത്രിയിൽ നീ ഓടുന്ന കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ആ, അവരത് പോലീസിൽ പറഞ്ഞു. ആ കാറിൽ നീ അവളെയും കൊണ്ട് ചുറ്റുന്നത് പലരും കണ്ടവരുണ്ട്, ചന്തയിലും മറ്റും. ഒറ്റ നോട്ടത്തിൽ തെളിവുകൾ നിനക്കെതിരാണ്. സാർ, പേടിക്കണ്ട. എല്ലാരെയും ബോധ്യപ്പെടുത്താൻ നിന്നെ ഒന്ന് അറസ്റ്റ് അയ്യോ ചെയ്യും. സാർ, ഞാനല്ലേ പറയുന്നത്? എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ കേസ് എന്റെ കയ്യിലാ. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, ഓടിക്കാം, നിന്നെ രക്ഷപ്പെടുത്താം. ഉടനെ കുറ്റവാളി അറസ്റ്റ് ചെയ്തില്ലേ നാട്ടുകാർ ബഹളം ഉണ്ടാക്കും. നീ എന്റെ ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ കേസ് എന്റെ കയ്യിൽ നിന്ന് അയ്യോ പോകും. സാർ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ തെങ്ങയിലിരുന്ന്. അതൊക്കെ എനിക്കറിയാം. വിജയം പോ. സാർ, എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷെ നിനക്കെതിരാണ് തെളിവുകളല്ല. അയ്യോ സാർ, 2 ദിവസം കഴിഞ്ഞോട്ടെ, ഞാൻ എല്ലാം ഒതുക്കിക്കൊള്ളാം. അപ്പോഴത്തേക്ക് ജനങ്ങളും ഒന്ന് അടങ്ങും. സാർ, ഞാൻ പോയിട്ട് വരാം. അയ്യേ, എന്തായി പറയുന്നേ? അല്ല സാർ, ഞാൻ പോയിട്ട് അമ്മയെടുത്തും അബൂക്കെടുത്തും സരോജിന്റെ അടുത്തും രാമൻകുട്ടി അടുത്തൊക്കെ പറഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ അവര് പേടിക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞോളാം. സാർ, ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. സാർ, ഞാൻ പോയിട്ട് വരാം. സാർ, തെളിവുകളൊക്കെ വളരെ സ്ട്രോങ് ആണ് സർ. വിറ്റ്നസ്സുകളൊക്കെ സ്ട്രോങ് ആണ്. പക്ഷെ ഐ വിറ്റ്നസ്സുകളൊന്നുമില്ലല്ലോ, ദൃക്സാക്ഷികൾ. ഐ വിറ്റ്നസ് ഇല്ല, ബട്ട് സംഭവം നടന്നതിന് ശേഷം അവൻ ഓടിപ്പോകുന്ന കണ്ടവരുണ്ട്. കാർ ഓടിച്ചിരുന്നു അവൻ തന്നെയാ. അതെ, പക്ഷെ അയാൾ കുറ്റം സമ്മതിച്ചോ? ഇല്ല, ബട്ട് ഇറ്റ് ഈസ് നാച്ചുറൽ. ഇനിയിപ്പോ സമ്മതിച്ചാൽ തന്നെ കോടതി നിഷേധിക്കല്ലേ പതിവ്. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മർഡർ? എന്താ കൊലയുടെ ഉദ്ദേശം? FIR കാണുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. തെളിവുകൾ എത്ര സ്ട്രോങ് ആണെങ്കിലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലേ ഉള്ളൂ. പർപ്പസ് എന്താണ്? റേപ്പ്? നോ, മേ ബി അല്ലേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റേപ്പ് അറ്റംപ്റ്റ് കാണുന്നില്ല. ഒരു മോഷണ ശ്രമം, അതിനും പോസിബിലിറ്റി കാണുന്നില്ല. ഒരു സാധാരണ ബാലയക്കാരി, അവളുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ടായിരുന്ന ഇമിറ്റേഷൻ ഗോൾഡ്, അത് ഡെഡ് ബോഡിയിലുണ്ടല്ലോ. പർപ്പസ് ഉണ്ട് സർ. ഇവൻ ആ ബാലെ ട്രൂപ്പിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നവനാണ്. അവിവാഹിതൻ, ജോലിയില്ലാത്ത ചെറുപ്പക്കാരൻ. കണ്ടാൽ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ അടുത്ത് കിട്ടുമ്പോ തന്നെയുമല്ല, ഇവൻ ഒരുപാട് പ്രാവശ്യം ആ കുട്ടിയോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും ആ കുട്ടി മറ്റൊരാളെ സ്നേഹിക്കുന്ന കാര്യം ഇവനോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കാം. അവൾ ആ പ്രേമം നിഷേധിച്ചു. അങ്ങനെ പൂർണ്ണമായും ഒരിക്കലും അവളെ തന്റെ ജീവിതത്തിലേക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതിനു ശേഷം പ്രതി നമ്മൾ തമ്മിൽ സഹോദരീ സഹോദരന്മാരായിരിക്കും ഇനി മുതൽ എന്നൊക്കെ പറഞ്ഞ് കാറിൽ കയറ്റിയിരിക്കാം. അങ്ങനെയാവാമല്ലോ സർ, അതിനാ പോസിബിലിറ്റി. ആ കുട്ടിയുടെ അടുത്ത് അപ്പു വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. നിഷേധിക്കപ്പെട്ട ഒരു പ്രേമത്തിന്റെ പ്രതികാരമായി കൂടെ സർ? ഏതായാലും ഞാൻ നാളെ വരാം. മിസ്റ്റർ ഗോപൻ പോയിക്കോളൂ. സർ. ആദ്യം കണ്ട നാൾ മുതൽ സുഗന്ധിയോട് എനിക്ക് തോന്നിയ അഭിനിവേശം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. പലപ്പോഴും അവളോട് എന്റെ ഇംഗിതം അറിയിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. സംഭവ ദിവസം ഇന്ന് എന്തായാലും കാര്യം സാധിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അമിതമായി മദ്യപിച്ചു. സുഗന്ധി വീട്ടിലേക്ക് പോകുന്ന വിവരം എനിക്കറിയാമായിരുന്നു. പ്രാക്ടീസിനാണെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ആശാന്റെ വണ്ടി ഞാൻ വാങ്ങി. ബസ് സ്റ്റാൻഡ് ഇറക്കാമെന്ന് പറഞ്ഞ് സുഗന്ധിയെ വണ്ടി കയറ്റി ബസ് സ്റ്റാൻഡ് ഇറക്കാതെ വഴിതെറ്റിച്ച് ശവം കണ്ടതിനടുത്തുള്ള കുറ്റിക്കാടിനടുത്തെത്തി. സമയം വല്ലാണ്ട് ഇരുട്ടിയിരുന്നു. ഇല്ല, ഇതെല്ലാം കള്ളമാണ്. ഞാൻ പറയില്ല. നീ പറയില്ല, പറയാൻ പറയണം. അപ്പു, അപ്പു എന്നോട് ക്ഷമിക്കണം. ഈ പോലീസുകാരുടെ രീതി എന്ന് പറഞ്ഞാലേ ഇങ്ങനെ. ഒരു കൊലക്കേസ് വന്നാ സംശയം വെച്ച് ഒരുത്തനെ പിടിക്കും. തെളിവൊന്നും വേണമെന്നില്ല. വരുന്നവനും പോകുന്നവനും തല്ലി അങ്ങ് സമ്മതിപ്പിക്കും. ഇപ്പൊ തല്ലിതെന്റെ കീഴുദ്യോഗസ്ഥനാ, അതെനിക്ക് തടയാൻ പറ്റി. നാളെ വരുന്നത് എന്റെ മേലുദ്യോഗസ്ഥനാ, DSP.
അദ്ദേഹം എന്തെങ്കിലും ചെയ്താൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. ഞാൻ പറയാൻ വന്ന അതല്ല, ആ സുഗന്ധിയുടെ അച്ഛൻ DSPക്ക് ഒരു കംപ്ലൈന്റ് അയച്ചിട്ടുണ്ട്. നീയും ആ പെണ്ണും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നെന്നും അതിന്റെ പ്രതികാരത്തിന് നീ കൊന്നതാണെന്നും ആ പറയുന്നത്. DSP നാളെ വന്നിട്ട് ഇതേക്കുറിച്ച് ചിലപ്പം ചോദിക്കും. ഭാഷ മാറ്റിയായിരിക്കും ചോദിക്കുക. പ്രേമമായിരുന്നോ ഇഷ്ടമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. നിഷേധിക്കാൻ പോണ്ട. പ്രേമമായിരുന്നു എന്ന് തന്നെ കാച്ചിയര്. പ്രേമിക്കുന്ന പെണ്ണിനെ ആരും കൊല്ലുകയല്ലോ. തൽക്കാലം രക്ഷപ്പെടാൻ ഒരു കള്ളം. അപ്പുവിനെ വിട്ടു മോനെ. അപ്പു ആരെയും കൊന്നിട്ടില്ല. ആരെയും കൊല്ലാൻ അവന് പറ്റത്തില്ല മോനെ. അവൻ നിരപരാധിയാണ്. നിരപരാധി എന്തിനാ കൊലക്കുറ്റത്തിന് ലോക്കപ്പിലാകുന്നത്? ഇതിലെന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ ആ പെങ്കുച്ചിനെ കൊല്ലുന്നത്? അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അന്വേഷണം തീർന്നു. കിട്ടേണ്ടത് കിട്ടിയാൽ എന്തിനാ കൊന്നത്, എങ്ങനാ കൊന്നത്, തത്ത പറയുന്ന പോലെ അവൻ പറയും. അത് ഞാൻ പറയിച്ചോളാം. അമ്മ പറയുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങള്. ആരെയും അത്രയ്ക്കൊന്നും വിശ്വസിച്ചുകൂടാ. ഒരു വല്ലാത്ത സാഹചര്യത്തില് അപ്പു ചിലപ്പോ... എന്ത് സാഹചര്യം? ഒന്നുമില്ല, എല്ലാം ചതിയാ. ആ പാവത്തിനെ എല്ലാരും കൂടെ ചതിച്ചതാ.